ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സർ, ആര്യ രാജേന്ദ്രൻ, കരമന ജയൻ ഡെപ്യൂട്ടി മേയർ, വേദിയിലിരിക്കുന്ന മറ്റെല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നിറഞ്ഞ മനസ്സോടെയാണ് ഞാനിന്നിവിടെ ഈ ക്ഷേത്ര സന്നിധിയിൽ നിൽക്കുന്നത്. അക്ഷരങ്ങളുടെയും അറിവിൻ്റെയും കലയുടെയും എല്ലാം ദേവതയായ സരസ്വതി ദേവിയുടെ പേരിൽ പൂജപ്പുര ദേവീ ക്ഷേത്രത്തിലെ ജനകീയ സമിതി ഏർപ്പെടുത്തിയ ആദ്യത്തെ വാണിമണി പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതിന് ഇതിൻ്റെ ഭാരവാഹികളോട് എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന ഇത്രയും മഹത്വമേറിയ ഒരു ബഹുമതി തീർച്ചയായിട്ടും എൻ്റെ ഒരു പുണ്യമായി തന്നെ ഞാൻ കരുതുന്നു. പൂജപ്പരയുമായിട്ട് എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഇവിടെ മഹിളാമുദരം സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. ഞാൻ എൻ്റെ നഴ്സറി സ്കൂളിൽ പഠിച്ചതും അതേ സ്കൂളിൽ തന്നെയായിരുന്നു. അപ്പോൾ എപ്പോഴും ഈ വഴി പോകാറുണ്ടായിരുന്നു. മാത്രമല്ല അന്നൊക്കെ പൂജപ്പുര മൈതാനമായിരുന്നു. ഇതുപോലെ മണ്ഡപമോ അങ്ങനെ ഒന്നുമില്ല. കുട്ടികളെ കളിക്കുകയൊക്കെ ചെയ്യും. ഞാൻ പലതവണ ഓണാഘോഷത്തിന് ഇവിടെ വന്ന് പാടിയിട്ടുമുണ്ട്. ഇപ്പോൾ കുറച്ച് ഇത്രയും നാടുകളുടെ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരുപാട് വ്യത്യാസം വന്നു. ഇവിടെ ഒരുപാട് വലിയ മണ്ഡപങ്ങളായി, കൽമണ്ഡപങ്ങളായി, അതുപോലെ ഇവിടെ ഒരുപാട് പ്രോഗ്രാംസും ഫങ്ഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു ദൈവിക സാന്നിധ്യം പൂജപ്പുര ഈ ഒരു മൈതാനത്തിന് വന്നിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഞാനും മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ദേവിയുടെ കടാക്ഷം, പരിപൂർണ്ണ കടാക്ഷം ഉണ്ടാകട്ടെ. നവരാത്രി മഹോത്സവം ഏറ്റവും ഭംഗിയായി ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സരസ്വതി ദേവിയുടെ പരിപൂർണ്ണ കടാക്ഷം ഉണ്ടാകട്ടെ. ഒരുപാട് പേര് ഇവിടെ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ നിന്ന് പാടി വന്ന ഒരുപാട് നല്ല കലാകാരന്മാരെ നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.